ഒന്നാമത്തെ ചോദ്യം, ഇഞ്ചിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഒന്ന്, ഭൂകാണ്ഡമാണ്. ഇഞ്ചി ഒരു ഭൂകാണ്ഡമാണ്. വൈറസ് പരത്തുന്ന രോഗമാണ്. അപ്പൊ ഡെങ്കു ഫീവർ, യെല്ലോ ഫീവർ, സ്മോൾ പോക്സ്, സാഴ്സ്, പി പോളിയോ. പ്രത്യേകം നോട്ട് ചെയ്യുക. അതുപോലെ തന്നെ പഠിക്കുന്ന സമയത്ത് പ്രത്യേകമായിട്ട് ദിനങ്ങൾ, ഡിസീസ്, വൈറസ് പരത്തുന്ന രോഗങ്ങൾ, ഓരോ രോഗങ്ങളും സ്പെഷ്യൽ ആയിട്ടുള്ള പേപ്പറിൽ എഴുതി വെച്ചാൽ എ അന്തരീക്ഷ ഈർപ്പം ഹൈഡ്രോമീറ്റർ, ബി അന്തരീക്ഷ താപനില തെർമോമീറ്റർ, സി അന്തരീക്ഷ മർദ്ദം ബാരോമീറ്റർ. ഹലോ, നമസ്കാരം. എൻട്രിയുടെ മറ്റൊരു സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേട്ടറ്റ് യോധ 1.0 ബാച്ചിലേക്ക് നിങ്ങൾ ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ഒന്ന് ശ്രമിച്ചാൽ ചിട്ടയായ പരിശീലനത്തിലൂടെ നേടിയെടുക്കാവുന്ന ഒന്നാണ് കേട്ടറ്റ് എന്ന് പറയുന്നത്. നമുക്ക് കുറച്ച് PYQ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്താലോ? ഇന്ന് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം, ഇഞ്ചിയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഇപ്പൊ പ്രസ്താവന അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻസ് കണ്ടുവരാറുണ്ട് ധാരാളമായിട്ട്. അപ്പൊ ഏതൊക്കെ ശരിയാണ്, ഇന്നതുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം, അല്ലെങ്കിൽ തെറ്റായ പ്രസ്താവനകൾ ഏത്, ശരിയല്ലാത്ത പ്രസ്താവനകൾ ഏത്? ശരിക്കും ആ കൺസെപ്റ്റ് മനസ്സിലായി കഴിഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ ആൻസർ ചെയ്യാൻ പറ്റുന്ന ചോദ്യങ്ങളാണിത്. അപ്പോൾ ആ ക്വസ്റ്റ്യൻ ഒന്ന് നന്നായി മനസ്സിരുത്തി ഒന്ന് വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം, ഇഞ്ചിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഒന്ന്, ഭൂകാണ്ഡമാണ്. ഇഞ്ചി ഒരു ഭൂകാണ്ഡമാണ്. 2, സംഭരണ വേരാണ്. 3, ബഹുവർഷികളാണ്. 4, ദ്വിവർഷികളാണ്. ഇഞ്ചി എന്ന് പറയുന്നത് ഒരു ഭൂകാണ്ഡമാണ്. അണ്ടർഗ്രൗണ്ട് സ്റ്റെം ആണ്. അണ്ടർഗ്രൗണ്ട് സ്റ്റെം ആണ്. ഭൂമിക്ക് അടിയിൽ കാണുന്ന, സാധാരണ ഭൂമിക്ക് മുകളിൽ കാണുന്നവരെയാണ് നമ്മൾ കാണ്ഡം എന്ന് പറയുന്നത്. എന്നാൽ ഭൂമിക്ക് അടിയിൽ കാണുന്ന കാണ്ഡങ്ങളുണ്ട്, അതാണ് ഭൂകാണ്ഡം എന്ന് പറയുന്നത്. ഇഞ്ചി എന്ന് പറയുന്നത് ഒരു ഭൂകാണ്ഡമാണ്. ഭൂമിക്ക് അടിയിൽ കാണുന്ന ഒരു കാണ്ഡമാണ് ഇഞ്ചി എന്ന് പറയുന്നത്. മോഡിഫിക്കേഷൻ ആണ്, അണ്ടർഗ്രൗണ്ട് സ്റ്റെം മോഡിഫിക്കേഷൻ എന്ന് പറയും ഇഞ്ചി. റൈസോം എന്ന കാറ്റഗറിയിൽപ്പെട്ട ഇഞ്ചി, അതുപോലെ കോം എന്ന കാറ്റഗറിയിൽപ്പെട്ട ചേന, ഇതൊക്കെ ഭൂകാണ്ഡത്തിന് ഉദാഹരണമാണ്. സംഭരണ വേരാണ്, അല്ലല്ലോ, കാണ്ഡമാണ്, പിന്നെ വേരാണെന്ന് പറയേണ്ട കാര്യമില്ലല്ലോ. മൂന്നാമത്തത് ബഹുവർഷികളാണ്, ദ്വിവർഷികളാണ്. പൂക്കുന്നതിനെ അടിസ്ഥാനമാക്കി സസ്യങ്ങളെ ഏകവർഷികൾ, ദ്വിവർഷികൾ, ബഹുവർഷികൾ എന്നിങ്ങനെ തരംതിരിച്ചിട്ടുണ്ട്. ഏകവർഷികൾ എന്ന് പറഞ്ഞാൽ ഒരു പ്രാവശ്യം മാത്രം പൂക്കുന്നത്, ദ്വിവർഷികൾ എന്ന് പറഞ്ഞാൽ 2 പ്രാവശ്യം പൂക്കുന്നത്, ഒരുപാട് പ്രാവശ്യം പൂക്കുന്നവയാണ് ബഹുവർഷികൾ. അപ്പൊ ഇഞ്ചി എന്ന് പറയുന്നത് ബഹുവർഷികളാണ്. അപ്പൊ ഭൂകാണ്ഡമാണ്, ബഹുവർഷികളാണ്. നമ്മളിങ്ങനെ നോക്കുമ്പോൾ തന്നെ, ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോൾ തന്നെ ഭൂകാണ്ഡമാണ് നമുക്കറിയാം, ഭൂകാണ്ഡമാണ്. അപ്പോൾ ഒന്നാമത് ശരിയാണ് നമുക്കറിയാം. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇതും അതുപോലെ തന്നെ ഇതുമാണ് ഉത്തരമാവാൻ സാധ്യതയുള്ളത്. അപ്പോൾ ഇത് രണ്ടും നമുക്ക് എലിമിനേറ്റ് ചെയ്ത് കളയാം, അല്ല ഇത് രണ്ടും അല്ലാന്ന് നമ്മൾ ഉറപ്പിച്ചു. പിന്നെ ബഹുവർഷികളാണോ ദ്വിവർഷികളാണോ എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. ബഹുവർഷികളാണ് നമുക്കറിയാമെങ്കിൽ ഉത്തരം സി ആണ്. ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം. അതായത് ഇഞ്ചിയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇഞ്ചിയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന, ഇഞ്ചി ഒരു ഭൂകാണ്ഡമാണ്, ഇഞ്ചി ബഹുവർഷികളാണ്. ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം. രണ്ടാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ വൈറസ് മൂലമുണ്ടാകുന്ന രോഗം ഏതാണ്? എ മലേറിയ, ബി കോളറ, സി ചിക്കൻ ബോക്സ്, ഡി ടെറ്റനസ്, സി. എ മലേറിയ, ബി കോളറ, സി ചിക്കൻ ബോക്സ്, ഡി ടെറ്റനസ്. ഇതിൽ ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം. അത് ഓപ്ഷൻ സി അതിനകത്ത് എഴുതിയിട്ടുണ്ട്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, പഠിക്കുന്ന കേട്ടറ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർ നിർബന്ധമായിട്ട് പഠിക്കേണ്ട ഒരു ടോപ്പിക്കാണ് ഡിസീസസ്. അതായത് ബാക്ടീരിയ മൂലമുണ്ടാകുന്ന രോഗങ്ങൾ, വൈറസ് മൂലമുണ്ടാകുന്ന രോഗങ്ങൾ, ഫംഗസ് മൂലമുണ്ടാകുന്ന രോഗങ്ങൾ, പ്രോട്ടോസോവ മൂലമുണ്ടാകുന്ന രോഗങ്ങൾ, വിരകൾ മൂലമുണ്ടാകുന്ന രോഗങ്ങൾ. അപ്പം 6 തരത്തിലാണ് പ്രധാനമായും രോഗകാരികൾ പരത്തുന്നത്. 1 ബാക്ടീരിയ, 2 വൈറസ്, 3 ഫംഗസ്, 4 പ്രോട്ടോസോവ, 5 ഹെൽമിന്തസ്. 5 തരത്തിലാണ് ഈ രോഗകാരികൾ ഇങ്ങനെ രോഗങ്ങൾ പരത്തുന്നത്. അത് നമ്മൾ എപ്പോഴും പഠിക്കുമ്പോൾ കോഡ് വെച്ച് പഠിച്ചാൽ ഭയങ്കര എളുപ്പമായിരിക്കും. വൈറസിനെ കുറിച്ചുള്ള കോഡ് ഒരുപാട് ചാനലുകളിലും ക്ലാസ്സുകളിലും ഒക്കെ വന്നിട്ടുള്ള കോഡാണ്. നിങ്ങൾക്ക് പലർക്കും അറിയാവുന്ന കോഡായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് ആ കോഡ് വീണ്ടും ഞാൻ ആവർത്തിക്കുന്നത്. വൈറസ് മൂലമുണ്ടാകുന്ന രോഗങ്ങളിൽ DYSPക്ക് ജലദോഷം, മച്ചമ്പിക്ക് റുബല്ലയും ജപ്പാൻ ജ്വരവും. ഈ കോഡ് അങ്ങ് ഓർത്ത് വെച്ചേക്കാം.
DYSPക്ക് ജലദോഷം, HMBക്ക് റുബല്ലയും ജപ്പാൻ ജ്വരം. ഈ കോഡ് അങ്ങ് ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ കാര്യങ്ങൾ ഓർത്താൽ ഞാൻ ക്ലാസ് എടുക്കുന്ന എൻ്റെ പേര് പത്മശ്രീ രാധാകൃഷ്ണൻ എന്നാണ്, P ആണ്. നമ്മളിപ്പോൾ ചില കാര്യങ്ങളൊക്കെ ആണയിട്ട് പറയില്ലേ, സത്യം 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 എന്ന് 3 പ്രാവശ്യം പറയില്ലേ, അതുപോലെ ഞാനിവിടെ പറയുകയാണ്. ഞാൻ പറയുന്നതൊക്കെ സത്യമാണേ, അത് ഞാനാണ് പറയുന്നത് ഉറപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ ഞാനൊന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അതെന്താണെന്ന് നമുക്ക് വഴിയേ പറയാം. നമുക്ക് നോക്കാം. DYSP, D എന്ന് പറയുന്നത് ഡെങ്കു ഫീവർ. ഡെങ്കു ഫീവർ വൈറസ് പരത്തുന്ന ഒരു രോഗമാണ്. അടുത്ത Y, യെല്ലോ ഫീവർ. S എന്ന് പറയുന്നത് യെല്ലോ ഫീവർ. S എന്ന് പറയുന്നത് 2 രോഗങ്ങളുണ്ട്. സ്മോൾ പോക്സ്, വസൂരി. സ്മോൾ പോക്സിന്റെ മറ്റൊരു പേരാണ്, മലയാളം പേരാണ് വസൂരി. അതുപോലെ തന്നെ സാഴ്സും സ്മോൾ പോക്സും വൈറസ് പരത്തുന്ന രോഗമാണ്. അപ്പോൾ ഡെങ്കു ഫീവർ, യെല്ലോ ഫീവർ, സ്മോൾ പോക്സ്, സാഴ്സ്, P പോളിയോ. S 2 അസുഖമുണ്ട്, അതുകൊണ്ട് S നിങ്ങൾ ഓർത്തോളൂ കേട്ടോ. S സാഴ്സും ഉണ്ട്, സ്മോൾ പോക്സ് അഥവാ വസൂരിയുണ്ട്. അപ്പോൾ ഡെങ്കു ഫീവർ, യെല്ലോ ഫീവർ, സ്മോൾ പോക്സ്, സാഴ്സ്, അതുപോലെ പോളിയോ. പിന്നെ നമുക്കറിയാം ജലദോഷം വൈറസ് ഉണ്ടാക്കുന്ന രോഗമാണ് അല്ലേ. അപ്പോൾ വൈറസ് ഉണ്ടാക്കുന്ന എത്ര രോഗങ്ങളായി? ഡെങ്കു ഫീവർ, യെല്ലോ ഫീവർ, സാഴ്സ്, സ്മോൾ പോക്സ് അഥവാ വസൂരി, പോളിയോ, ജലദോഷം. 5 അസുഖങ്ങൾ പഠിച്ചില്ലേ. അപ്പം ഇങ്ങനെ കോഡ് വെച്ച് അസുഖങ്ങളൊക്കെ പഠിക്കുക. ബാക്ടീരിയ ഉണ്ടാക്കുന്നത്, വൈറസ് ഉണ്ടാക്കുന്നത്, ഫംഗസ് ഉണ്ടാക്കുന്നതൊക്കെ മനസ്സിലാക്കി വെക്കുക. തീർച്ചയായിട്ടും അതിൽ നിന്നൊരു ചോദ്യം നിങ്ങൾക്ക് കിട്ടിയിരിക്കും. ഇനി M എന്ന് പറയുന്നത് മീസിൽസ് അഥവാ 5-ാം പനി, മണൽ, ചപ്പട്ട, മണൽ വാരി എന്നൊക്കെ അറിയപ്പെടുന്ന മീസിൽസ് എന്ന് പറയുന്നതാണ് M എന്ന് പറയുന്നത്. A എന്ന് പറയുന്നത് എയ്ഡ്സ്, അക്വയർഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോം. ഹ്യൂമൻ ഇമ്മ്യൂണോ വൈറസ് ഉണ്ടാക്കുന്ന അക്വയർഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോമാണ് എയ്ഡ്സ് എന്ന് പറയുന്നത്. എയ്ഡ്സ് എന്ന് പറയുന്നത് ഒരു സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസും കൂടിയാണ്. അതായത് ലൈംഗിക രോഗം എന്ന് പറയാം. സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് ആണ് എയ്ഡ്സ്. അപ്പോൾ A എന്ന് പറയുന്നത് എയ്ഡ്സിനെയും അതുപോലെ തന്നെ അരിമ്പാറയെയും സൂചിപ്പിക്കുന്നു. അതുകൊണ്ടാണ് A 2 രോഗങ്ങൾ. S-ൽ 2 രോഗങ്ങൾ നമ്മൾ പഠിച്ചു, സാഴ്സും സ്മോൾ പോക്സും. അതുപോലെ A-ലെ 2 രോഗങ്ങളാണ് എയ്ഡ്സും അരിമ്പാറയും. അപ്പം മീസിൽസ് അഥവാ 5-ാം പനി, മണൽവാരി, മണ്ണൻ, അതുപോലെ ചപ്പട്ട എന്നൊക്കെ പറയുന്ന രോഗമാണ് മീസിൽസ്. A എന്ന് പറയുന്നത് അരിമ്പാറയും അതുപോലെ തന്നെ എയ്ഡ്സും. C എന്ന് പറയുന്നതിൽ 2 രോഗങ്ങളുണ്ട്, ചിക്കൻ ഗുനിയ, ചിക്കൻ പോക്സ്. ചിക്കൻ ഗുനിയയും ചിക്കൻ പോക്സും C എന്നതിനെ സൂചിപ്പിക്കുന്നു. അപ്പോൾ അതും വൈറസ് പരത്തുന്ന രോഗങ്ങളാണ്. അടുത്താണ് H എന്ന് പറയുന്നതും 2 രോഗങ്ങളുണ്ട്, ഹെപ്പറ്റൈറ്റിസും ഹെർപ്പിസും. ഇതും വൈറസ് പരത്തുന്ന രോഗങ്ങളാണ്. അപ്പോൾ SACH എന്താണെന്ന് ക്ലിയർ ആയല്ലോ. 2 അസുഖങ്ങളുള്ളതാണ് SACH എന്ന് ഞാൻ പറഞ്ഞത്. S സ്മോൾ പോക്സ്, സാഴ്സ്. A അരിമ്പാറ, എയ്ഡ്സ്. C ചിക്കൻ പോക്സ്, ചിക്കൻ ഗുനിയ. H ഹെപ്പറ്റൈറ്റിസ്, ഹെർപ്പിസ്. അപ്പോൾ നമ്മളിവിടെ വരെ. E എബോള. M മംസ് അഥവാ മുണ്ടിനീര്. എന്താണ് ഈ മംസ് അഥവാ മുണ്ടിനീര് എന്ന് പറഞ്ഞാൽ? നമ്മുടെ ഉമിനീർ ഗ്രന്ഥിയാണ്, അല്ലെങ്കിൽ സലേവറി ഗ്ലാൻഡ് ആണ്, പരോട്ടിഡ് ഗ്ലാൻഡ്, സബ്ലിംഗ്വൽ, സബ്മാക്സിലറി എന്ന് പറയുന്നത്. അതായത് പരോട്ടിഡ് ഗ്ലാൻഡ്, പാർശ്വഗ്രന്ഥികൾ, ഉപജിഹ്വാ ഗ്രന്ഥികൾ, ഉപഹന്വാസ്തി ഗ്രന്ഥികൾ. നമ്മുടെ ഉമിനീർ ഗ്രന്ഥികളുടെ പേരാണ് പരോട്ടിഡ്, സബ്ലിംഗ്വൽ, സബ്മാക്സിലറി. പാർശ്വഗ്രന്ഥികളാണ് പരോട്ടിഡ് ഗ്രന്ഥികൾ, സബ്ലിംഗ്വൽ ആണ് ഉപജിഹ്വാ ഗ്രന്ഥികൾ, സബ്മാക്സിലറി, സബ്മാൻഡിബുലാർ ആണ് ഉപഹന്വാസ്തി ഗ്രന്ഥികൾ. ഉപഹന്വാസ്തി ഗ്രന്ഥികൾ എന്ന് പറയുന്നത്. ഇതിൽ പരോട്ടിഡ് ഗ്ലാൻഡ് ഉണ്ടാവുന്ന അണുബാധയാണ് മംസ് അഥവാ മുണ്ടിനീര് എന്ന് പറയുന്നത്. അതും ഒരു വൈറൽ രോഗമാണ്. അപ്പം MI. P എന്ന് പറയുന്ന 3 രോഗങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് ഓർക്കാം. പന്നിപ്പനി, പക്ഷിപ്പനി, പേപ്പട്ടി വിഷബാധ. പന്നിപ്പനി, പക്ഷിപ്പനി, പേപ്പട്ടി വിഷബാധ. I ഇൻഫ്ലുവൻസ, റുബല്ലയും ജപ്പാൻ ജ്വരവും. ഇവ ഇത്രയും രോഗങ്ങൾ വൈറസ് പരത്തുന്ന രോഗങ്ങളാണ്. ഇത് കൂടാതെ നിപ്പ, കൊറോണ. അപ്പോൾ എത്ര രോഗങ്ങളായി വൈറസ് പരത്തുന്ന രോഗങ്ങൾ? ഡെങ്കു ഫീവർ, യെല്ലോ ഫീവർ, സാഴ്സ്, സ്മോൾ പോക്സ്, പോളിയോ, ജലദോഷം, മീസിൽസ്, അതുപോലെ എയ്ഡ്സ്, അരിമ്പാറ, ചിക്കൻ ഗുനിയ, ചിക്കൻ പോക്സ്, ഹെർപ്പിസ്, ഹെപ്പറ്റൈറ്റിസ്, എബോള, മംസ്, പന്നിപ്പനി, പക്ഷിപ്പനി, പേപ്പട്ടി വിഷബാധ, ഇൻഫ്ലുവൻസ, റുബല്ല, ജപ്പാൻ ജ്വരം, നിപ്പ, കൊറോണ. 23 വൈറസ് രോഗങ്ങളെ കുറിച്ച് ഞാൻ പറഞ്ഞു. ഇതിൽ ഏതെങ്കിലും ഒന്ന് എന്തായാലും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവും. വൈറസ് രോഗങ്ങളും ബാക്ടീരിയ രോഗങ്ങളും അതുപോലെ തന്നെ
ഫംഗൽ രോഗങ്ങളുമൊക്കെ കോഡ് വെച്ച് പഠിക്കുക. അപ്പം ഇന്ന് ക്ലിയർ ആയല്ലോ ഏതൊക്കെയാണ് വൈറസ് വരുത്തുന്ന രോഗങ്ങൾ എന്ന്. 23 അസുഖങ്ങളെക്കുറിച്ച് പറഞ്ഞു, മറക്കരുത്. ഈ അസുഖങ്ങളെല്ലാം തന്നെ ഓർത്തു വയ്ക്കുക. അപ്പോൾ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? താഴെ പറയുന്നവയിൽ വൈറസ് മൂലമുണ്ടാകുന്ന രോഗമേത്? മലേറിയ ആണോ, കോളറയാണോ, ചിക്കൻ ബോക്സ്? ചിക്കൻ ബോക്സ് ആണ് വൈറസ് പരത്തുന്ന രോഗം. അപ്പോൾ ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം. അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. 3. മണ്ണിൽ ചപ്പ് ചവറുകൊണ്ട് പുതയിടുന്നത് കൊണ്ടുള്ള മെച്ചങ്ങൾ എന്തെല്ലാം? മെച്ചമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം ഓപ്ഷൻ വായിച്ചാൽ തന്നെ നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് ഇതിൻ്റെ ഉത്തരം അറിയില്ല എന്ന് വിചാരിക്കുക. എന്നാൽ നിങ്ങൾ നോക്കിയേ, മണ്ണിലെ ജൈവാംശം കൂടുന്നു. മണ്ണിൽ ജൈവാംശം കൂടുന്നത് മണ്ണിന് നല്ലതാണോ, ചെടികൾക്ക് നല്ലതാണോ, നല്ലതല്ലയോ? തീർച്ചയായിട്ടും നല്ലതാണ് അല്ലേ? മണ്ണിൽ ജൈവാംശം കൂടുന്നു, സൂക്ഷ്മജീവികളുടെ എണ്ണം കൂടുന്നു, അത് നല്ലതാണ്. മണ്ണിന് ചില സൂക്ഷ്മജീവികളുടെയൊക്കെ പ്രസൻസ് അല്ലെങ്കിൽ സാന്നിധ്യം മണ്ണിലുണ്ടാവുന്നത് വളരെ നല്ലതാണ്. മണ്ണിലെ ജലത്തിന്റെ ബാഷ്പീകരണ നിരക്ക് കൂടുന്നു, മണ്ണിലെ ജലാകിരണ ശേഷി കൂടുന്നു. ഇതിൽ മണ്ണിന്റെ ജലാകിരണ ശേഷി കൂടുന്നത് നല്ലതാണ്. മണ്ണിൽ വെള്ളം വരുമ്പോഴാണ് ചെടികൾക്ക് അത് ആവശ്യമുള്ളത്രയും വെള്ളം കിട്ടുന്നത്. അപ്പോൾ ഇതിൽ ഏതൊക്കെയായിരിക്കും ശരി? മണ്ണിലെ ജൈവാംശം കൂടുന്നു. 2, സൂക്ഷ്മജീവികളുടെ എണ്ണം കൂടുന്നു. 4, മണ്ണിന്റെ ജലാകിരണ ശേഷി കൂടുന്നു. അപ്പോൾ 1, 2, 4 ഇതാണ് മണ്ണില് ചപ്പ് ചവറ് കൊണ്ട് പുതയിടുന്നത് കൊണ്ടുള്ള മെച്ചങ്ങൾ. സോ ഓപ്ഷൻ ഡി ആണ് ശരിയായ ഉത്തരം. മണ്ണ് എന്നൊരു ടോപ്പിക് ഉണ്ട്, അതിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അപ്പോൾ ആ ടോപ്പിക്കും നന്നായിട്ട് മനസ്സിലാക്കുക. 2023 ഏത് ദിനാചരണവുമായി ബന്ധപ്പെട്ടാണ് ഐക്യരാഷ്ട്രസഭ മണ്ണും ജലവും ജീവന്റെ ഉറവിടം എന്ന പ്രമേയം നിർദ്ദേശിച്ചിട്ടുള്ളത്? ജലദിനം. എ ജലദിനം, ബി മണ്ണ് ദിനം, സി ഭക്ഷ്യദിനം, ഡി ഭൗമദിനം. ദിനങ്ങൾ പഠിക്കേണ്ടതും വളരെ അത്യാവശ്യമാണ്. ദിനങ്ങൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. കുറേ സ്ഥിരമായിട്ട് ചോദിച്ചു വരുന്ന കുറച്ച് ദിനങ്ങളുണ്ട്. ആ ദിനങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. അതിൽ ഒന്നാമത്താണ് ജലദിനം. എന്നാണ് ജലദിനം? ജലദിനം എന്ന് പറയുന്നത് മാർച്ച് 22 ആണ്. ജലദിനം മാർച്ച് 22 ആണ്. മണ്ണ് ദിനം എന്ന് പറയുന്നത് ഡിസംബർ 5 ആണ്. ഭക്ഷ്യദിനം ഒക്ടോബർ 16 ആണ്. ഒക്ടോബർ 16 കുറിച്ച് പഠിക്കുമ്പോൾ സെപ്റ്റംബർ 16 കൂടെ പഠിച്ചോളാം. സെപ്റ്റംബർ 16 എന്ന് പറയുന്നത് ഓസോൺ ദിനമാണ്. അപ്പം ജലദിനം എന്ന് പറയുന്നത് മാർച്ച് 22, മണ്ണ് ദിനം എന്ന് പറയുന്നത് ഡിസംബർ 5, ഭക്ഷ്യദിനം എന്ന് പറയുന്നത് ഒക്ടോബർ 16, ഓസോൺ ദിനം എന്ന് പറയുന്നത് സെപ്റ്റംബർ 16, ഭൗമദിനം എന്ന് പറയുന്നത് ഏപ്രിൽ 22. ഇത്രയും ദിവസങ്ങളെക്കുറിച്ച് നിങ്ങൾ പഠിച്ചു വയ്ക്കുക. വരും ക്ലാസ്സുകളിൽ നമ്മൾ ബാക്കിയുള്ള ദിനങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു പോകും. അപ്പോൾ ഈ പറഞ്ഞ ദിനങ്ങളൊക്കെ പ്രത്യേകം നോട്ട് ചെയ്യുക. അതുപോലെ തന്നെ പഠിക്കുന്ന സമയത്ത് പ്രത്യേകമായിട്ട് ദിനങ്ങൾ, ഡിസീസ്, വൈറസ് വരുത്തുന്ന രോഗങ്ങൾ, ഓരോ രോഗങ്ങളും സ്പെഷ്യൽ ആയിട്ടുള്ള പേപ്പറിൽ എഴുതി വെച്ചാൽ കുറച്ചുകൂടെ പഠിക്കാനും എളുപ്പമായിരിക്കും. അപ്പോൾ ഇവിടെ എന്താണ് ഉത്തരം? 2023 ഏത് ദിനാചരണവുമായി ബന്ധപ്പെട്ടാണ് ഐക്യരാഷ്ട്രസഭ മണ്ണും ജലവും ജീവന്റെ ഉറവിടം എന്ന പ്രമേയം നിർദ്ദേശിച്ചിട്ടുള്ളത്? ഓപ്ഷൻ ബി മണ്ണ് ദിനമാണ് ശരിയായ ഉത്തരം. അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. 5. കണ്ണിന്റെ ലെൻസ് അതാര്യമാകുന്ന മൂലം കാഴ്ച മങ്ങുന്ന രോഗമാണ്? എ ഗ്ലോക്കോമ, ബി വിഷമദൃഷ്ടി, സി തിമിരം, ഡി വെള്ളെഴുത്ത്. ഈ പറഞ്ഞ 4 രോഗങ്ങളും കണ്ണിനെ ബാധിക്കുന്ന രോഗങ്ങളാണ്. നേരത്തെ പറഞ്ഞു ഡിസീസസിനെ കുറിച്ച് നിർബന്ധമായിട്ട് കേട്ടിട്ട് പഠിക്കുന്നവർ പഠിക്കണമെന്ന്. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം പറയുകയാണ്, ഇതിൽ സെൻസ് ഓർഗൻസ് അല്ലെങ്കിൽ ജ്ഞാനേന്ദ്രിയങ്ങളുമായി ബന്ധപ്പെട്ട രോഗങ്ങളും തീർച്ചയായിട്ടും പഠിക്കണം. ഇപ്പോൾ ഹ്രസ്വദൃഷ്ടി, ദീർഘദൃഷ്ടി, വിഷമദൃഷ്ടി, ഗ്ലോക്കോമ, തിമിരം, പ്രസ്ബയോപ്പിയ, അതാണ് വിഷമദൃഷ്ടി. ഈ പറഞ്ഞ രോഗങ്ങളെല്ലാം തന്നെ എന്താണെന്ന് മനസ്സിലാക്കണം. ഉദാഹരണത്തിന് ഹ്രസ്വദൃഷ്ടി എന്ന് പറഞ്ഞാൽ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കുട്ടികൾ കുറച്ച് ബാക്കിലൊക്കെയാണ് ഇരിക്കുന്നതെങ്കിൽ അവരിങ്ങനെ വളരെ സൂക്ഷിച്ച് ബോർഡിലോട്ട് നോക്കുന്ന കാണാം. കാരണം അവർക്ക് അടുത്തുള്ള സാധനങ്ങളെ കാണുകയുള്ളൂ. അങ്ങനെയുള്ളൊരു അവസ്ഥയാണ് ഹ്രസ്വദൃഷ്ടി എന്ന് പറയുന്നത്. ദൂരെയുള്ള സാധനങ്ങൾ കാണുന്നൊരു അവസ്ഥയാണ് ഹൈപ്പർമെട്രോപ്പിയ അല്ലെങ്കിൽ ലോങ് സൈറ്റ് എന്ന് പറയുന്നത്. ഇവിടെയുള്ള രോഗങ്ങൾ ഏതൊക്കെയാണ്? വെള്ളെഴുത്ത്. പ്രായമാകുമ്പോഴാണ് സാധാരണ സംഭവിക്കുന്നത്. കണ്ണിൽ ലെൻസിൻ്റെ ഇലാസ്റ്റികതയ്ക്ക് ഉണ്ടാകുന്ന പ്രയാസം കൊണ്ടാണ് വെള്ളെഴുത്ത് എന്ന രോഗമുണ്ടാവുന്നത്. വിഷമദൃഷ്ടി, ലെൻസിൻ്റെ കർവേച്ചറിന് വക്രതയ്ക്കുണ്ടാവുന്ന വ്യത്യാസം കൊണ്ടാണ് വിഷമദൃഷ്ടി ഉണ്ടാവുന്നത്. ഗ്ലോക്കോമ, നമുക്കറിയാം കണ്ണിൻ്റെ ലെൻസിന് മുമ്പിലായിട്ടൊരു അറയുണ്ട്. ആ അറയാണ് ജലീയ അറ എന്ന് പറയുന്നത്. ജലീയ അറയിൽ ജലീയ ദ്രവം നിറഞ്ഞിട്ടുണ്ട്. ലെൻസിൻ്റെ പുറകിലുള്ള അറയാണ് വിട്രിയസ് ചേംബർ എന്ന് പറയുന്നത്.
വിട്രിയസ് ചേമ്പറിലാണ് വിട്രിയസ് ഹ്യൂമർ ആണ് നിറഞ്ഞിരിക്കുന്നത്, വിട്രിയസ് ദ്രവമാണ് നിറഞ്ഞിരിക്കുന്നത്. ഈ അക്വസ് ചേമ്പർ അഥവാ ജലീയ ദ്രവം എന്ന് പറയുന്നത് രക്തത്തിൽ നിന്നാണ് അത് ആഗിരണം ചെയ്യുന്നതും രക്തത്തിലേക്കാണ് തിരിച്ചു പോകുന്നതും. അപ്പൊ കണ്ണിലെ മർദ്ദം കൃത്യമായി ക്രമീകരിക്കുന്നത് ഈ ജലീയ അറയിൽ നിറഞ്ഞിരിക്കുന്ന ജലീയ ദ്രവത്തിന്റെ സാന്നിധ്യമാണ്. അപ്പൊ എന്തെങ്കിലും കാരണം കൊണ്ട് ഈ പുനരാഗിരണത്തിൽ ബുദ്ധിമുട്ടുണ്ടായി കഴിഞ്ഞാൽ കണ്ണിന്റെ മർദ്ദത്തിൽ വ്യത്യാസമുണ്ടാവും. അത്തരമൊരവസ്ഥയാണ് നമ്മൾ ഗ്ലോക്കോമ എന്ന് പറയുന്നത്. അപ്പൊ തിമിരം എന്താണ്? കണ്ണിന്റെ ലെൻസ് അതാര്യമാകുന്നതുകൊണ്ടുള്ള അവസ്ഥയ്ക്കാണ് നമ്മൾ കാഴ്ച മങ്ങുന്ന രോഗമാണ് തിമിരം എന്ന് പറയുന്നത്, കാറ്ററാക്ട് എന്ന് പറയുന്നത്. നമുക്കറിയാം ലെൻസ് എന്ന് പറയുന്ന സാധനം ട്രാൻസ്പെറൻറ്റ് അല്ലെങ്കിൽ സുതാര്യമാണെങ്കിൽ മാത്രമേ അതിൽ കൂടി ലൈറ്റ് കടന്നു പോവുകയും കണ്ണിലെ 3 പാളികളിലൊന്നായ റെറ്റിന അല്ലെങ്കിൽ ദൃഷ്ടിപടലത്തിൽ പ്രതിബിംബം രൂപപ്പെടുകയും ചെയ്യുന്നുള്ളൂ. കണ്ണിന് എത്ര പാളികളാണ് ഉള്ളത്? കണ്ണിന് 3 പാളികളാണുള്ളത്. ഒന്ന് ദൃഢപടലം, കണ്ണിന് ദൃഢത നൽകുന്ന ദൃഢപടലം അഥവാ സ്ക്ലീറ. രണ്ടാമത്തെ രക്തപടലം അഥവാ കോറോയിഡ്, രക്തക്കൊള്ളുകളാണ് അവിടെ ഉള്ളത്, അതുകൊണ്ട് തന്നെ കണ്ണിന് ആവശ്യമായ പോഷകം നൽകുന്നത് രക്തപടലമാണ്. മൂന്നാമത്താണ് ദൃഷ്ടിപടലം അഥവാ റെറ്റിന, അവിടെയാണ് ഇമേജ് ഫോം ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ലെൻസ് എപ്പോഴും എങ്ങനെയായിരിക്കണം? ഇതിൽ കൂടെ ലൈറ്റ് കടന്നു പോയാലേ എന്ത് പറ്റുള്ളൂ? നമുക്ക് റെറ്റിനയിൽ പ്രതിബിംബം രൂപപ്പെടുള്ളൂ. അപ്പൊ ലെൻസ് എപ്പോഴും സുതാര്യമായിരിക്കണം. ഇവിടെ കണ്ണിലെ ലെൻസ് അതാര്യമാവുന്ന മൂലം കാഴ്ച മങ്ങുന്ന രോഗമാണ് തിമിരം. അപ്പൊ ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം. കടൽ ജലം ശുദ്ധീകരിച്ച് കുടിവെള്ളമാക്കുന്ന പ്ലാന്റുകൾ പ്രയോജനപ്പെടുത്തുന്ന പ്രക്രിയ ഏതാണ്? എ ട്രാൻസ്പിറേഷൻ, ബി ഡിഫ്യൂഷൻ, സി റിവേഴ്സ് ഓസ്മോസിസ്, ഡി റിവേഴ്സ് ട്രാൻസ്പിറേഷൻ. നമുക്കറിയാം നമ്മൾ സ്കൂളുകളിലും കോളേജുകളിലും ഒക്കെ RO പ്ലാന്റ് വെക്കാറുണ്ട്. കുടിവെള്ളം ശുദ്ധീകരിച്ച് ലഭ്യമാക്കുന്ന രീതിയാണ് റിവേഴ്സ് ഓസ്മോസിസ്. അപ്പോൾ കടൽ വെള്ളം ശുദ്ധീകരിക്കുന്ന പ്ലാന്റുകളിലും ഇതേ പ്രക്രിയ തന്നെയാണ് ഉപയോഗിക്കുന്നത്. റിവേഴ്സ് ഓസ്മോസിസ് എന്ന പ്രക്രിയയാണ് ഉപയോഗിക്കുന്നത്. ട്രാൻസ്പിറേഷൻ പിന്നെ നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ, സ്വേദനം എന്ന് പറയും, സസ്യസ്വേദനം. അധികമുള്ള ജലം ഇലകളിലെ സ്റ്റൊമാറ്റ അഥവാ ആസ്യരന്ധ്രങ്ങളിലൂടെ നഷ്ടപ്പെടുത്തുന്ന അവസ്ഥയാണ് നമ്മൾ സ്വേദനം എന്ന് പറയുന്നത്. അപ്പം ഇത് നിങ്ങളൊന്ന് നോക്കിക്കോളുക, ഈ ടോപ്പിക് ഒന്ന് നോക്കിക്കോളുക. സ്വേദനം, അതുപോലെ തന്നെ ഗട്ടേഷൻ, ഡിഫ്യൂഷൻ, ഓസ്മോസ്, ഈ ടോപ്പിക് ഒന്ന് നോക്കിക്കൊണ്ട് പോവാം. വരുന്ന ചോദ്യങ്ങളിൽ അത് വരും, നമുക്കത് ഡിസ്കസ് ചെയ്യാം. അപ്പം കടൽ ജലം ശുദ്ധീകരിച്ച് കുടിവെള്ളമാക്കുന്ന പ്ലാന്റുകൾ പ്രയോജനപ്പെടുത്തുന്ന പ്രക്രിയയാണ് റിവേഴ്സ് ഓസ്മോസിസ് അല്ലെങ്കിൽ RO എന്ന് നമ്മൾ പറയാറുണ്ട്. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ കാലാവസ്ഥാ മാറ്റം കുറയ്ക്കുവാനുള്ള മാർഗങ്ങൾ ഏതാണ്? ഒന്ന്, വനനശീകരണം കുറയ്ക്കുക, ഫോസിൽ ഇന്ധനങ്ങളുടെ ഉപയോഗം കുറയ്ക്കുക. 2, വനവൽക്കരണം കൂട്ടുക, ഫോസിൽ ഇന്ധനങ്ങളുടെ ഉപയോഗം കുറയ്ക്കുക. 3, വനനശീകരണം കുറയ്ക്കുക, ജനസംഖ്യാ വളർച്ച കുറയ്ക്കുക. 4, വനവൽക്കരണം കൂട്ടുക, ഊർജ ഉപയോഗം കൂട്ടുക. ഇതിൻ്റെയും ഉത്തരം നമുക്ക് അറിയില്ല എന്ന് വിചാരിച്ചാലും ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിച്ചു കഴിഞ്ഞാൽ കുറച്ചൊരു കോമൺ സെൻസ് ഉപയോഗിച്ചാൽ ഉത്തരം എഴുതാവുന്ന ഒരു ചോദ്യമാണിത്. ഒന്നാമത്തെ കാര്യം നോക്കൂ, വനനശീകരണം കുറയ്ക്കുക. തീർച്ചയായിട്ടും വനനശീകരണം കുറയ്ക്കേണ്ടത് അത്യാവശ്യമാണല്ലേ. ഇനിയിപ്പോൾ പ്രത്യേകിച്ച് ആരും പഠിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല, വനനശീകരണം കുറയ്ക്കണം. വനങ്ങൾ അല്ലെങ്കിൽ സസ്യങ്ങൾ ഉണ്ടെങ്കിലേ ആവശ്യത്തിനുള്ള ഓക്സിജൻ അല്ലെങ്കിൽ ഓക്സിജൻ കാർബൺ ഡൈ ഓക്സൈഡ് സന്തുലനാവസ്ഥ കൃത്യമായി പാലിക്കപ്പെടുകയുള്ളൂ. സസ്യങ്ങൾക്ക് മാത്രമേ ആഹാരം പാകം ചെയ്യാൻ കഴിയുള്ളൂ, അവരാണ് ഉൽപാദകർ. അതുകൊണ്ട് അവരെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട്, അവരെ ആശ്രയിച്ചുകൊണ്ടാണ് ബാക്കി എല്ലാ ജന്തുക്കളും സസ്യങ്ങളും ബാക്കിയുള്ള ആഹാരം പാകം ചെയ്യാൻ കഴിവില്ലാത്തവരെല്ലാം തന്നെ ഇവരെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. അപ്പോൾ വനനശീകരണം കുറയ്ക്കുക എന്നത് പ്രാധാന്യമാണ്. വനനശീകരണം കുറയ്ക്കുക, അതോടൊപ്പം തന്നെ വനവൽക്കരണം കൂട്ടുക. ചെടികൾ ധാരാളം വെച്ചുപിടിപ്പിക്കുക. ഫോസിൽ ഇന്ധനങ്ങളുടെ ഉപയോഗം തീർച്ചയായിട്ടും കുറയ്ക്കണം. കാരണം ജുഡീഷ്യസ് ആയിട്ട് ഉപയോഗിച്ചാൽ മാത്രമേ ഭാവിയിലേക്ക് അത് പ്രയോജനപ്പെടുകയുള്ളൂ. അപ്പോൾ ഓപ്ഷൻ 1 ശരിയാണ്, ഓപ്ഷൻ 2 ശരിയാണ്. വനനശീകരണം കുറയ്ക്കുക, ജനസംഖ്യാ വളർച്ച കുറയ്ക്കുക, അതും ശരിയാണ്. പക്ഷെ വനവൽക്കരണം കൂട്ടുക, ഊർജ്ജ ഉപയോഗം കൂട്ടുക. ഊർജ്ജം മുഴുവൻ ഉപയോഗിച്ച് തീർത്താൽ നമുക്ക് മാത്രം ജീവിച്ചാൽ മതിയോ? നമ്മുടെ അടുത്ത തലമുറയ്ക്ക് ജീവിക്കണ്ടേ? അടുത്ത തലമുറയ്ക്ക് ജീവിക്കണം. അപ്പം ഈ ഓപ്ഷൻ തെറ്റാണ് അല്ലേ? അപ്പോൾ ഓപ്ഷൻ 1, 2, 3 ആ 3 പോയിന്റും ശരിയായ ഓപ്ഷൻസ് ആണ്. ഈ കാലാവസ്ഥാ മാറ്റം കുറയ്ക്കുവാനുള്ള മാർഗങ്ങളാണ് വനനശീകരണം കുറയ്ക്കുക, ഫോസിൽ ഇന്ധനങ്ങളുടെ ഉപയോഗം കുറയ്ക്കുക, വനവൽക്കരണം കൂട്ടുക, ഫോസിൽ ഇന്ധനങ്ങളുടെ ഉപയോഗം കുറയ്ക്കുക, വനനശീകരണം കുറയ്ക്കുക, ജനസംഖ്യാ വളർച്ച കുറയ്ക്കുക. അടുത്ത ചോദ്യം, തെറ്റായ ജോഡി ഏത്? എ അന്തരീക്ഷ ഈർപ്പം ഹൈഡ്രോമീറ്റർ,
ബി അന്തരീക്ഷ താപനില തെർമോമീറ്റർ, സി അന്തരീക്ഷ മർദ്ദം ബാരോമീറ്റർ, ഡി കാറ്റിന്റെ ദിശ അനിമോമീറ്റർ. ഏതാണ് തെറ്റായ ജോഡി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. തെറ്റായ ജോഡി, ശരിയായ ജോഡി, ശരിയായ പ്രസ്താവന, തെറ്റായ പ്രസ്താവന, ശരിയല്ലാത്ത പ്രസ്താവന, ഇങ്ങനത്തെ തെറ്റല്ലാത്ത പ്രസ്താവന, ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. ഇതൊന്നും കൺഫ്യൂഷൻ ആവേണ്ട കാര്യമില്ല. ആ കൺസെപ്റ്റ് മനസ്സിലായി കഴിഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഇത്തരം ചോദ്യങ്ങളൊക്കെ. അപ്പോൾ അത് പ്രസ്താവന വരുന്നു അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. വളരെ ശ്രദ്ധിച്ച് ക്വസ്റ്റ്യൻ വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് ഉത്തരം കിട്ടും. അന്തരീക്ഷ ഈർപ്പം, ഈർപ്പം എന്ന് പറഞ്ഞാൽ നനവാണ്, ഹ്യൂമിഡിറ്റിയാണ്. ഹൈഡ്രോ എന്ന വാക്ക് ജലമാണ്. നമ്മൾ ചാടിക്കയറി അത് ശരിയാണെന്ന് പറയും. തീർച്ചയായിട്ടും അത് തെറ്റാണ്. ഹൈഡ്രോമീറ്റർ അല്ല, ഹൈഗ്രോമീറ്റർ ആണ്. ഹൈഗ്രോമീറ്റർ ആണ്. ഓക്കെ, അപ്പൊ അന്തരീക്ഷ ഈർപ്പം അളക്കുന്നത് ഹൈഡ്രോമീറ്റർ ഉപയോഗിച്ചല്ല, ഹൈഗ്രോമീറ്റർ ഉപയോഗിച്ചാണ്. ഒന്നാമത്തതാണ് തെറ്റായ ജോഡി. അപ്പൊ രണ്ടാമത്തെ എന്താ? അന്തരീക്ഷ താപനില. അന്തരീക്ഷ താപനില അളക്കുന്നതിന് ഉപയോഗിക്കുന്നതാണ് തെർമോമീറ്റർ. അന്തരീക്ഷ മർദ്ദം അളക്കുന്നതിന് ബാരോമീറ്ററും കാറ്റിന്റെ ദിശയും സ്പീഡും മനസ്സിലാക്കുന്നതിന് അനിമോമീറ്റർ ഉപയോഗിക്കുന്നു. അനിമോ എന്ന വാക്ക് ഓർത്തോളൂ. കാരണം എന്താ വെച്ചാൽ അനിമോ എന്ന വാക്ക് കാറ്റുമായി ബന്ധപ്പെട്ടതാണ്. ഇത് പറയുമ്പോൾ ഒരു ചോദ്യം കൊടുത്തതിന്റെ ഉത്തരം കൂടെ പറഞ്ഞുതരാം. അനിമോഫിലി, കാറ്റ് മൂലം പരാഗണം നടത്തുന്നവയാണ് നമ്മൾ അനിമോഫിലി എന്ന് പറയുന്നത്. അത് ഓർത്തുള്ളൂ കേട്ടോ. അനിമോ എന്ന വാക്ക് കാറ്റുമായി ബന്ധപ്പെട്ടതാണ്. എപ്പോഴും ബയോളജി പഠിക്കുമ്പോൾ ഒരു ഗുണം എന്ന് വെച്ചാൽ എല്ലാ ടേംസും, ചില ടേംസ് ഒക്കെ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഉദാഹരണത്തിന് ഹൈപ്പോ എന്ന് പറഞ്ഞാൽ കുറവ്, ഹൈപ്പോ കാൽസീമിയ കാൽസ്യത്തിൻ്റെ കുറവ്, ഹൈപ്പോഗ്ലൈസീമിയ ഗ്ലൂക്കോസിൻ്റെ കുറവ്, ഹൈപ്പർ കൂടുതൽ, ഹൈപ്പർ ടെൻഷൻ BP കൂടുന്നു അല്ലെ, ഹൈപ്പർ ഗ്ലൈസീമിയ ഗ്ലൂക്കോസ് കൂടുന്നു, ഹൈപ്പർ കാൽസീമിയ കാൽസ്യം കൂടുന്നു. അപ്പോൾ ഹൈപ്പോ എന്ന വാക്ക്, ഇങ്ങനത്തെ വാക്കുകളൊക്കെ ഓർത്ത് വെച്ചാൽ. അതുപോലെ തന്നെ കാർഡിയാക് ഹൃദയവുമായി ബന്ധപ്പെട്ട വാക്കാണ്. റീനൽ കിഡ്നിയുമായി ബന്ധപ്പെട്ട വാക്കാണ്. വൃക്കയുമായി ബന്ധപ്പെട്ട വാക്കാണ്. ഹെപ്പാറ്റിക് കരളുമായി ബന്ധപ്പെട്ട വാക്കാണ്. ഇങ്ങനെ കുറേ വാക്കുകളൊക്കെ നമുക്ക് ഓർത്തു കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ പേപ്പർ മനസ്സിരുത്തി വായിച്ചാൽ നമുക്ക് കൃത്യമായിട്ട് കേട്ടിട്ട് എഴുതിയെടുക്കാൻ സാധിക്കും. ഇവിടെ എന്താണ്? അന്തരീക്ഷ ഈർപ്പം അളക്കുന്നത് ഹൈഡ്രോമീറ്റർ അല്ല, ഹൈഗ്രോമീറ്റർ ആണ്. താഴെ പറയുന്നവയിൽ പുനരുൽപാദിപ്പിക്കാൻ ആവാത്ത ഊർജ വിഭവം ഏതാണ്? ഓപ്ഷൻ എ കാറ്റ്, ഓപ്ഷൻ ബി ഭൗമോർജം, ഓപ്ഷൻ സി തിരമാല, ഓപ്ഷൻ ഡി പ്രകൃതിവാതകം. ഏതാണ് ഉത്തരം? ഓപ്ഷൻ ഡി പ്രകൃതിവാതകമാണ് ശരിയായ ഉത്തരം. പുനരുൽപാദിപ്പിക്കാൻ ആവാത്ത ഊർജ വിഭവമാണ് പ്രകൃതി വാതകം എന്ന് പറയുന്നത്. ഓപ്ഷൻ ഡി ആണ് ശരിയായ ഉത്തരം. ഇഗ്ലൂവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏത്? എ പുറത്തു നിന്നുള്ള തണുത്ത കാറ്റിനെ ഐസ് പ്രതിരോധിക്കുന്നു. ബി ഐസ് കട്ടകൾ ഇൻസുലേറ്ററായി പ്രവർത്തിക്കുന്നു. സി പുറത്തെ താപനിലയേക്കാൾ അകത്തെ താപനില കുറവായിരിക്കും. പുറത്തെ താപനിലയേക്കാൾ അകത്തെ താപനില കൂടുതലായിരിക്കും. ഏതാണ് ഉത്തരം? ഇതിനകത്ത് ഇഗ്ലൂവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന എന്ന് പറയുന്നത് പുറത്തെ താപനിലയേക്കാൾ അകത്തെ താപനില കുറവായിരിക്കും. ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം. നമ്മളിത് 10 ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തത്. ഈ 10 ക്വസ്റ്റ്യനും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കുന്നത്. ചില പ്രത്യേക ടോപ്പിക്കുകൾ കൂടുതൽ എംഫസിസ് കൊടുത്ത് പഠിക്കണം. ഡിസീസ്, വൈറ്റമിൻസ്, ഇങ്ങനത്തെ ടോപ്പിക്കുകളൊക്കെ കൂടുതൽ എംഫസിസ് കൊടുത്ത് പഠിക്കണം. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.